ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയിൽ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അഡയാബാറ്റിക് പ്രോസസ് അല്ലെങ്കിൽ ഐസെൻട്രോപിക് പ്രോസസ്സിനെ കുറിച്ചാണ്. ഇതിന്റെ തൊട്ടുമുമ്പുള്ള വീഡിയോകളിലായി നമ്മൾ ഐസോകോറിക് പ്രോസസ്, ഐസോബാറിക് പ്രോസസ്, അതുപോലെ തന്നെ ഐസോതെർമൽ പ്രോസസ് എന്നിവ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അഡയാബാറ്റിക് പ്രോസസ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അഡയാബാറ്റിക് പ്രോസസ്സിന്റെ ആദ്യത്തെ പ്രത്യേകത, അഡയാബാറ്റിക് പ്രോസസ്സിൽ ഹീറ്റ് എക്സ്ചേഞ്ച് സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ ആബ്സെന്റ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് നമുക്ക് വായിക്കാം. നോ ഹീറ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്. അതായത് സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്സിലേക്കോ സറൗണ്ടിങ്സിൽ നിന്ന് സിസ്റ്റത്തിലേക്കോ ഹീറ്റ് ഒന്നും കൈമാറുന്നില്ല. ഇവിടെ താഴെയുള്ള ചെറിയ ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും Q ഈക്വൽ ടു 0. അതായത് ഹീറ്റ് ട്രാൻസ്ഫർ 0 ആണ്. അങ്ങനെ ഹീറ്റ് ട്രാൻസ്ഫർ 0 ആവണമെന്നുണ്ടെങ്കിൽ രണ്ട് കണ്ടീഷൻ നമുക്കുണ്ട്. ഒന്നെങ്കിൽ ആ പ്രോസസ്സ് ഫാസ്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ആ പ്രോസസ്സ് നടക്കുന്ന സിസ്റ്റം ഇൻസുലേറ്റഡ് ആയിരിക്കണം. ഹീറ്റ് ഒന്നും പുറത്തു പോവാത്ത രീതിയിൽ ഇൻസുലേറ്റ് ചെയ്ത് വെച്ചിരിക്കണം. അല്ലെങ്കിൽ ഹീറ്റ് പുറത്തോട്ട് പോകാൻ തക്ക സമയം ലഭിക്കാത്ത വിധം അത് ഫാസ്റ്റ് ആയിട്ട് നടക്കണം. ഈ രണ്ട് രൂപത്തിലാണ് അഡയാബാറ്റിക് പ്രോസസ്സ് ഉണ്ടായിരിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഒരു പിസ്റ്റൺ സിലിണ്ടർ അസംബ്ലിയുടെ ഫിഗർ കാണാം. ഞാൻ എല്ലാ പ്രോസസ്സിലും കാണിക്കുന്ന പോലെ അതിൽ താഴെ നിങ്ങൾക്ക് കാണാം നോ ഹീറ്റ് എക്സ്ചേഞ്ച് എന്ന് എഴുതിയിട്ടുണ്ടാവും. അതായത് നമ്മൾ ഹീറ്റിംഗ് സോഴ്സ് ഒന്നും കൊടുക്കുന്നില്ല. മുൻപുള്ള ഫിഗറിലൊക്കെ ഇവിടെ പിസ്റ്റന്റെ താഴെ ഞാനൊരു ഹീറ്റിംഗ് സോഴ്സ് കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഹീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനവും ഇല്ല. അകത്തേക്ക് ഹീറ്റ് ഒന്നും കൊടുക്കുന്നില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അകത്തേക്ക് ഹീറ്റ് എത്താതിരിക്കാൻ നമ്മൾ സിലിണ്ടറും പിസ്റ്റനും ഒക്കെ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്? ഇൻസുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, പുറത്തോട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഫിഗറിൽ ഇപ്പൊ കാണാൻ സാധിക്കും ആനിമേഷൻ ആയിട്ട്. ഇതാ പിസ്റ്റൺ മുകളിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്, ഗ്യാസ് വികസിക്കുന്നുണ്ട്. അപ്പൊ ഇതെങ്ങനെ സംഭവിക്കും? അവിടെയാണ് നമുക്ക് ആൻസർ ഉള്ളത്. സിസ്റ്റത്തിന്റെ സ്വയം എനർജി ഉപയോഗിച്ചിട്ട്, ഇന്റേണൽ എനർജി ഉപയോഗിച്ചിട്ട് സിസ്റ്റം വർക്ക് ചെയ്യും. ഡെൽറ്റ യു ഈക്വൽ ടു ഡബ്ല്യു ആയിരിക്കും. ഇവിടെ നമ്മൾ മാറ്റേണ്ട ഒരു തെറ്റിദ്ധാരണയാണ് ഹീറ്റ് 0 ആണ് എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ മാറുന്നില്ല എന്നുള്ളത്. ഇവിടെ ടെമ്പറേച്ചർ മാറുന്നുണ്ട്. ടെമ്പറേച്ചർ എന്തല്ല, കോൺസ്റ്റന്റ് ആയി നിൽക്കുകയല്ല ചെയ്യുന്നത്. സിസ്റ്റം അതിന്റെ എനർജി ഉപയോഗിച്ച് വർക്ക് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുമ്പോൾ. ഇനി ഇതിന്റെ എക്സാമ്പിൾ എന്താന്നുള്ളത് നോക്കാം. ടയർ പെട്ടെന്ന് പൊട്ടുക, അതുപോലെ തന്നെ ഒരു സ്ഫോടനം നടക്കുക. ഇതൊക്കെ നമുക്ക് ആലോചിച്ചാൽ അറിയാം സഡൻ ആയിട്ടുള്ള പ്രോസസ്സാണ്, പെട്ടെന്ന് നടക്കുന്ന പ്രോസസ്സാണ്. അതൊക്കെ അഡയാബാറ്റിക് പ്രോസസ്സിന് എക്സാമ്പിളുകളാണ്. ഇനി നമുക്ക് ഇതിന്റെ ഇൻഡിക്കേറ്റർ ഡയഗ്രാം എങ്ങനെയാണെന്ന് നോക്കാം. ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിൽ ആദ്യം നമുക്ക് നോക്കാനായിട്ടുള്ളത് PV ഡയഗ്രാം ആണ്. അപ്പോൾ ഒരു അഡയാബാറ്റിക് പ്രോസസ്സിന്റെ PV ഡയഗ്രാം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വലതുവശത്തായിട്ട് കാണാം, ഈ രൂപത്തിൽ ചെരിഞ്ഞിട്ടായിരിക്കും നമുക്ക് PV ഡയഗ്രാം ഉണ്ടായിരിക്കുക. അപ്പൊ ഇതുപോലെ തന്നെയാണ് ഏകദേശം ഐസോതെർമലും വരുന്നത്. അപ്പൊ ഐസോതെർമലും അഡയാബാറ്റിക്കും തമ്മിൽ ഗ്രാഫില് PV ഡയഗ്രത്തിൽ എന്ത് മാറ്റമാണുള്ളത് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. ജസ്റ്റ് മുകളിലായിട്ട് നിങ്ങൾക്ക് ഒരു നീല നിറത്തില് മറ്റൊരു ഗ്രാഫ് വന്നത് കാണാം. അതാണ് ഐസോതെർമലിന്റെ ഗ്രാഫ്. ഇത് ഐസോതെർമലിന്റെ ഗ്രാഫാണ്. താഴെ ഉള്ളത് അഡയാബാറ്റിക് ആണ്. അതിന്റെ രണ്ടിന്റെയും കളർ കോഡ് ഇവിടെ മുകളിൽ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം അഡയാബാറ്റിക് ഐസോതെർമലിനെ അപേക്ഷിച്ച് ഒന്നുകൂടെ കുത്തനെയാണ്. അഡയാബാറ്റിക്കിന്റെ ഗ്രാഫ് ഐസോതെർമലിനെ അപേക്ഷിച്ച് ഒന്നുകൂടെ കുത്തനെയാണെന്ന് കാണാൻ സാധിക്കും. ഇനി നമുക്ക് അടുത്ത ഇൻഡിക്കേറ്റർ ഡയഗ്രമായ TS ഡയഗ്രാം ആണ് നോക്കാനായിട്ടുള്ളത്. TS ഡയഗ്രാം എങ്ങനെ വരും നോക്കാം. അഡയാബാറ്റിക് പ്രോസസ്സിന്റെ മറ്റൊരു പേരാണ്, നിങ്ങൾ മുകളിൽ ആദ്യം മുതലേ കൊടുത്തത് കാണാൻ സാധിക്കും, ഐസെൻട്രോപിക് പ്രോസസ്. ഐസ് എന്ന് പറഞ്ഞ എന്ത് ആരംഭിക്കുമ്പോഴും അതിന്റെ മീനിങ് അത് കോൺസ്റ്റന്റ് ആണ് എന്നാണ്. ഐസെൻട്രോപിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രോപ്പി കോൺസ്റ്റന്റ് ആണ് എന്നാണ്. ഇപ്പൊ എൻട്രോപ്പി ആണല്ലോ ഇവിടെ TS ഡയഗ്രത്തിലെ താഴെ എക്സ് ആക്സിസിലുള്ളത്. അപ്പൊ എൻട്രോപ്പി കോൺസ്റ്റന്റ് ആണെങ്കിൽ ഗ്രാഫ് കുത്തനുള്ള ഒരു വെർട്ടിക്കൽ ലൈൻ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ഇവിടെ നമുക്ക് എങ്ങനെ വരും എന്ന് നോക്കാം. കണ്ട, ഒരു വെർട്ടിക്കൽ ലൈൻ ആയിട്ടാണ് നമുക്ക് ഗ്രാഫ് വരുന്നത്. ആരോ മാർക്ക് എങ്ങനെയാ വരിക? എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ ആരോ മാർക്ക് താഴോട്ട്, ടെമ്പറേച്ചർ കുറയും. കംപ്രസ് ചെയ്യുകയാണെങ്കിൽ മുകളിലോട്ടും ആയിരിക്കും നമുക്ക് വരിക. ഇനി നമുക്ക് ഐസെൻട്രോപിക് പ്രോസസ്സുമായി ബന്ധപ്പെട്ട ഇക്വേഷൻസ് നോക്കാം. ആദ്യം നമുക്ക് നോക്കാനായിട്ടുള്ള റിലേഷൻ ബിറ്റ്വീൻ പാരാമീറ്റേഴ്സ് ആണ്. നമ്മൾ മുമ്പ് നോക്കിയിട്ടുണ്ട്. ഒരു അഡയാബാറ്റിക് പ്രോസസ്സിൽ പ്രധാനമായിട്ടും വരുന്ന റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PV റേസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ്. അതായത് P1 V1 റേസ് ടു ഗാമ ഈക്വൽ ടു P2 V2 റേസ് ടു ഗാമ. അതാണ് റിലേഷൻ ബിറ്റ്വീൻ പാരാമീറ്റേഴ്സ്. ഇനി ഇന്റേണൽ എനർജി ചേഞ്ച്,
ഇന്റേണൽ എനർജിയിൽ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഡെൽറ്റ യു ഈക്വൽ ടു mcv/T2 - T1. ഇനി അടുത്ത ഹീറ്റ് ട്രാൻസ്ഫേർഡ് ആണ്. അത് Q ആണ്. നമുക്കറിയാം അഡയബാറ്റിക് പ്രോസസ്സിന്റെ നിർവചനം പ്രകാരം തന്നെ ഹീറ്റ് ഒന്നും കൈമാറാൻ പാടില്ല സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് Q ഈക്വൽ ടു 0 ആണ്. ഇനി എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ H ഈക്വൽ ടു mcp/T2 - T1 ആണ്. നമുക്ക് അഡയബാറ്റിക് പ്രോസസ്സിലെ വർക്ക് ഡൺ എങ്ങനെയാണ് എന്നുള്ളത് നോക്കേണ്ടതായിട്ടുള്ളത്. വർക്ക് ഡൺ ആദ്യം തന്നെ നമ്മൾ അതിന്റെ ഡെറിവേഷൻ തുടങ്ങുന്ന സമയത്ത് എങ്ങനെയാണോ നമ്മൾ മുമ്പുള്ള വർക്ക് ഡണ്ണിന്റെ ഒക്കെ ഡെറിവേഷൻ തുടങ്ങിയത് അതേ ഇക്വേഷൻ തന്നെയാണ്. W ഈക്വൽ ടു ഇന്റഗ്രൽ 1 to 2 PdV എന്നുള്ളതാണ് ഇക്വേഷൻ. ഇവിടെ പ്രഷറോ അതുപോലെ തന്നെ വോളിയമോ കോൺസ്റ്റന്റ് അല്ല നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഒന്നും സീറോയും അല്ല. അക്കാരണത്താൽ തന്നെ ഇന്റഗ്രലിനെ സിംപ്ലിഫൈ ചെയ്യാൻ നമുക്ക് പുതിയൊരു കൺസെപ്റ്റ് വേണം. അതാണ് സെക്കൻഡ് പോയിന്റിൽ എഴുതിയിട്ടുള്ളത്. ഫോർ അഡയബാറ്റിക് പ്രോസസ് PV റൈസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ്. അഡയബാറ്റിക് പ്രോസസ്സിന്റെ ഒരു പ്രത്യേകതയാണ് PV റൈസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നുള്ളത്. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? പ്രഷർ P ഈക്വൽ ടു C/V റൈസ് ടു ഗാമ. മുമ്പ് പറഞ്ഞ ഫോർമുലയിൽ നിന്ന് കിട്ടുന്നതാണ് പ്രഷർ P ഈക്വൽ ടു C/V റൈസ് ടു ഗാമ. അപ്പൊ നമ്മളെ ഇന്റഗ്രൽ PdV എന്ന ഇക്വേഷനിലെ Pക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഇവിടെ C/V റൈസ് ടു ഗാമ എന്ന് കൊടുക്കാം. അപ്പൊ ഇക്വേഷൻ എന്തായി മാറി? വർക്ക് ഡൺ W ഈക്വൽ ടു ഇന്റഗ്രൽ 1 to 2 C/V റൈസ് ടു ഗാമ dV. അതിൽ തന്നെ നമുക്ക് C എന്ത് ചെയ്യാം? കോൺസ്റ്റന്റ് ആയത് കാരണം ഇന്റഗ്രലിന്റെ വെളിയിലേക്ക് എടുക്കാം. ഇനി ബാക്കിയുള്ളത് 1/V റൈസ് ടു ഗാമ എന്നായിരുന്നു അകത്തുണ്ടായിരുന്നത്. അതിനെ നിങ്ങൾക്ക് നോക്കുക. 1/V റൈസ് ടു ഗാമ എന്നുള്ളതിനെ നമുക്ക് V റൈസ് ടു മൈനസ് ഗാമ എന്ന് എഴുതാൻ സാധിക്കും. അപ്പൊ നമ്മൾ എന്താക്കിയിട്ട് മാറ്റി? ആ രൂപത്തിലേക്ക് തേർഡ് സ്റ്റെപ്പിൽ ആക്കി മാറ്റി. ഇനി നമ്മൾ ഫോർത്ത് സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്റഗ്രേറ്റ് എങ്ങനെയാണ് ചെയ്യുക? ഇന്റഗ്രൽ V റൈസ് ടു മൈനസ് ഗാമ dV എങ്ങനെ ചെയ്യാം? നമുക്ക് ഇവിടെ ഒരു ഫോർമുല ഉണ്ട്. ഇത് പ്രകാരം നമുക്ക് കാണാൻ സാധിക്കും. സാധാരണ നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട് ഇന്റഗ്രൽ x റൈസ് ടു മൈനസ് n dx ഈക്വൽ ടു x റൈസ് ടു മൈനസ് n പ്ലസ് 1 ഡിവൈഡഡ് ബൈ മൈനസ് n പ്ലസ് 1. ഈ ഒരു ഫോർമുല പ്രകാരം നമ്മൾ ഈ പറഞ്ഞ ഇന്റഗ്രലിനെ ഇന്റഗ്രേറ്റ് ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കും. ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുക. അവിടെ ഈ ഒരു ഇക്വേഷനിൽ എക്സിന് പകരം നമുക്ക് ആക്ച്വൽ ഇന്റഗ്രലിൽ എന്താണ്? എക്സിന്റെ സ്ഥാനത്ത് V ആണ്. എക്സിന്റെ സ്ഥാനത്ത് നമുക്ക് V ആണ്. എന്നിന്റെ സ്ഥാനത്ത് നമുക്ക് എന്താണ്? എന്നിന്റെ സ്ഥാനത്ത് നമുക്ക് ഗാമയുമാണ് വരുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ ഒരു ആശയം കൺസെപ്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് റിസൾട്ട് ഇതുപോലെ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്റഗ്രൽ എങ്ങനെ കിട്ടും? V റൈസ് ടു മൈനസ് ഗാമ പ്ലസ് 1 ഡിവൈഡഡ് ബൈ മൈനസ് ഗാമ പ്ലസ് 1 എന്ന് കിട്ടും. ഇനി നമുക്ക് ഇതിൽ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. 2ഉം 1ഉം. അതിന് മുമ്പായിട്ട് ചെറിയൊരു റീഅറേഞ്ച്മെന്റ്. ഇവിടെ മൈനസ് ഗാമ പ്ലസ് 1 എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്. അതിനെ പുറത്തോട്ട് എടുത്തു നമ്മൾ. എന്നിട്ട് എന്ത് എഴുതി? താഴെ ആണല്ലോ വരുന്നത്. അതുകൊണ്ട് C/. മൈനസ് ഗാമ പ്ലസ് 1നെ ജസ്റ്റ് ഒന്ന് മാറ്റി എന്ത് എഴുതി? 1 മൈനസ് ഗാമ എന്ന് എഴുതി. റീഅറേഞ്ച്മെന്റ്. ആദ്യം 1 എഴുതി പിന്നെ ഗാമ എഴുതി എന്ന് മാത്രം. അതുപോലെ തന്നെ നമ്മൾ വിയുടെ പവറിലുള്ള മൈനസ് ഗാമ പ്ലസ് 1നെയും ഇതുപോലെ റീഅറേഞ്ച് ചെയ്തിട്ട് 1 മൈനസ് ഗാമ എന്ന് എഴുതി. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഇനിയും നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല. ശ്രദ്ധിക്കുക. ഇവിടെ ലാസ്റ്റ് എഴുതി വെച്ച സ്റ്റെപ്പ് നമ്മൾ ഒന്നുകൂടി മുകളിൽ എടുത്ത് എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ വർക്ക് ഡൺ W is equal to C/1 minus gamma into V raised to 1 minus gamma. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്തു. അപ്പൊ എങ്ങനെ വന്നു? C/1 minus gamma into V2 raised to 1 minus gamma എന്നായി. അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്തപ്പോൾ അടുത്ത ടേമിൽ ലോവർ ലിമിറ്റ് കൊടുത്തപ്പോൾ V1 raised to 1 minus gamma എന്നും ആയി മാറി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സിയെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. സിയെ നമ്മൾ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ചെയ്യുന്ന സമയത്ത് നമ്മൾ രണ്ട് ടേമിലേക്കും രണ്ട് വിധത്തിലാണ് മൾട്ടിപ്ലൈ ചെയ്യുക. എങ്ങനെ എന്നുള്ളത് നോക്കാം. സിക്ക് രണ്ട് വാല്യൂസ് നമുക്ക് ഇവിടെ എടുക്കാൻ വേണ്ടി സാധിക്കും. ഒന്ന് P1 V1 റേസ് ടു ഗാമ എന്നുള്ളതാണ്. രണ്ടാമത്തത് P2 V2 റേസ് ടു ഗാമ എന്നുള്ളതാണ്. ആദ്യത്തെ ടേമിലേക്ക് നമ്മൾ P2 V2 റേസ് ടു ഗാമ എന്നുള്ള രൂപത്തിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും സിയെ. ഇവിടെ നിങ്ങൾക്ക് കാണാം C ആണ് ഇത്രയും ഭാഗം. ഇനി രണ്ടാമത്തെ ടേമിലേക്ക് നമ്മൾ P1 V1 റേസ് ടു ഗാമ എന്നുള്ള രൂപത്തിലായിരിക്കും സിയെ മൾട്ടിപ്ലൈ ചെയ്യുക.
അതാണ് ഇത്രയും ഭാഗം. ഓക്കെ ആണല്ലോ. ഇനി ഈ ഒരു പദത്തിൽ നിങ്ങൾക്ക് ഒന്നാമത്തെ പദത്തിലും രണ്ടാമത്തെ പദത്തിലും ഒരുപോലെ V2ന്റെ 2 ടേം കാണാം. ഒന്നാമത്തെ പദത്തിൽ V2ന്റെ 2 ടേം ഉണ്ട്, രണ്ടാമത്തെ പദത്തിൽ V1ന്റെ 2 ടേം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇത് രണ്ടും മൾട്ടിപ്പിൾ ചെയ്യേണ്ട രൂപത്തിലാണല്ലോ കിടക്കുന്നത്. അതുകൊണ്ട് അതിനെ സിംപ്ലിഫൈ ചെയ്തെടുക്കാം. ഒരു V2ന്റെ പവറിൽ ഇതിനെ എങ്ങനെ ആക്കി എഴുതാം എന്നുള്ളത് നോക്കാം. അടുത്ത സ്റ്റെപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾ നോക്കാം. നമ്മളെ ഇവിടെ മൾട്ടിപ്ലൈ ആയത് കാരണം പവറിലുള്ള കാര്യങ്ങൾ തമ്മിൽ നമുക്ക് കൂട്ടാം. ആദ്യത്തെ പവറിലുള്ള എന്താണ്? ഗാമയാണ്. രണ്ടാമത്തെ പവറിൽ 1 മൈനസ് ഗാമയാണ്. അത് രണ്ടും നമ്മൾ കൂട്ടുന്ന സമയത്ത് നമുക്ക് ഗാമ പ്ലസ് 1 മൈനസ് ഗാമ എന്ന് V2ന്റെ പവറിൽ വരും. അതുപോലെ V1ന്റെ പവറിലും നമുക്ക് ലഭിക്കും. ഇനി ഇതൊന്ന് കൂട്ടി നോക്കാം നമുക്ക്. അതാണ് അടുത്ത സ്റ്റെപ്പ്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യുക എന്നുള്ളത് നോക്കാം. ലാസ്റ്റ് നമ്മൾ V2ന്റെയും V1ന്റെയും പവറിൽ പറഞ്ഞ എന്താണ്? ഗാമ പ്ലസ് 1 മൈനസ് ഗാമ എന്നുള്ളതായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇവിടെ ഒരു പ്ലസ് ഗാമയുണ്ട്, ഒരു മൈനസ് ഗാമയുണ്ട്. ഈ പ്ലസ് ഗാമയും അതുപോലെ തന്നെ മൈനസ് ഗാമയും കട്ടായി പോവും. ബാക്കി ഉണ്ടാവുക എന്ത് മാത്രമാണ്? 1 മാത്രമാണ്. അപ്പൊ ഇനി V2ന്റെ പവറിലും അതുപോലെ തന്നെ V1ന്റെ പവറിലും എന്തായിരിക്കും ഉണ്ടാവുക? 1 മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ ഇക്വേഷൻ എങ്ങനെയായി? 1/1 minus gamma P2 V2 raised to 1 minus P1 V1 raised to 1. V2 raised to 1 എന്താണ്? V2 raised to 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് V2 തന്നെയാണ്. ഓക്കെ ആണോ? അതുപോലെ V1 raised to 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V1 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഫോർമുല എങ്ങനെ വരും? 1/1 minus gamma P2 V2 minus P1 V1. ഇനി നമ്മൾ ചെറിയൊരു റീഅറേഞ്ച്മെന്റ് ചെയ്യാണ് തേർഡ് സ്റ്റെപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. മുകളിൽ നിന്ന് P2 V2 മൈനസ് P1 V1ൽ നിന്ന് ഒരു നെഗറ്റീവ് പുറത്തെടുക്കുക. അപ്പൊ എങ്ങനെ വരും? P1 V1 മൈനസ് P2 V2 എന്നുള്ള രൂപത്തിൽ നമുക്ക് ലഭിക്കും. ഒരു നെഗറ്റീവ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ ആണല്ലോ. ഇനി താഴെ എന്താ ഉള്ളത്? 1 മൈനസ് ഗാമ അല്ല, അതിൽ നിന്ന് ഒരു നെഗറ്റീവിനെ പുറത്തെടുക്കുക. അപ്പൊ അതെന്താവും? ഗാമ മൈനസ് 1 എന്നായിട്ട് മാറും. അവിടെ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് കാണാം. ഈ രണ്ട് നെഗറ്റീവും കൂടെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ബാക്കി എന്തായി മാറി? ഇക്വേഷൻ എന്തായി മാറി? P1 V1 മൈനസ് P2 V2 ബൈ ഗാമ മൈനസ് 1. ഇതാണ് നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പ് കിട്ടുന്നത്. നമുക്ക് ഈ രൂപത്തിലാക്കുകയാണ് പ്രോബ്ലംസിന് എളുപ്പം, ചെയ്യാൻ എളുപ്പം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആക്കിയത്. മുകളിലുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് ഫൈനൽ ഇക്വേഷൻ്റെ ഒരു രൂപം കിട്ടി. വർക്ക് ഡൺ ഈക്വൽ ടു P1 V1 മൈനസ് P2 V2 ബൈ ഗാമ മൈനസ് 1. ഇനി നമുക്ക് PV ഈക്വൽ ടു MRT എന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ P1 V1നെ MRT1 എന്നാക്കാം, P2 V2നെ MRT2 എന്നാക്കാം. ഇവിടെ അങ്ങനെ ആക്കുന്ന പക്ഷം രണ്ട് ടേമിലും പൊതുവായി വരുന്ന ഒരാളാണ് എന്ത്? MR. അങ്ങനെയാണെങ്കിൽ ആ MRനെ രണ്ട് ടേമിൽ നിന്ന് നമുക്ക് പുറത്തെടുക്കാം. പുറത്തെടുത്തിട്ട് MRനെ പുറത്തെടുത്തി കഴിഞ്ഞാൽ ഇക്വേഷൻ എന്തായിട്ട് മാറും? വർക്ക് ഡൺ W ഈക്വൽ ടു MR ഇൻറ്റു T1 മൈനസ് T2 ബൈ ഗാമ മൈനസ് 1. അപ്പോൾ നമുക്ക് രണ്ട് ഫൈനൽ ഇക്വേഷൻ ആണ് അവസാനമായിട്ട് പഠിക്കാനുള്ളത്. ഏതെല്ലാമാണ്? ഒന്ന് ഈ ബോക്സിലുള്ള ഇക്വേഷൻ ആണ് W ഈക്വൽ ടു P1 V1 മൈനസ് P2 V2 ബൈ ഗാമ മൈനസ് 1. രണ്ടാമത്തത് ഏറ്റവും താഴെയുള്ള ഇക്വേഷൻ ആണ് W ഈക്വൽ ടു MR T1 മൈനസ് T2 ബൈ ഗാമ മൈനസ് 1. രണ്ട് ഇക്വേഷനും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഡെറിവേഷനും എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ള പോളിട്രോപിക് പ്രോസസ് ആണ്. അത് അഡയാബാറ്റിക് പ്രോസസ്സുമായിട്ട് താരതമ്യം ചെയ്യുന്ന സമയത്ത് വളരെയധികം കമ്പാരിസൺ വരുന്നതാണ്. ഇതേ പാറ്റേണിൽ വരുന്നതാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.